بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد اللهم اغفر لنا ولوالدينا ولمصنف هذا الكتاب ولجميع مشايخنا. ഇനി പറയുന്നത് ഖുലാസ തദാഖുലുൽ അഹ്ദാഫ്, അശുദ്ധി പരസ്പരം പ്രവേശിക്കൽ. ചെറിയ അശുദ്ധി വലിയ അശുദ്ധി അല്ല ഉള്ളത്, പരസ്പരം പ്രവേശിക്കൽ. അതെന്താ? ലോ അഹദസ, ചെറിയ ശുദ്ധി ഉണ്ടായാൽ, അജ്നബ, വലിയ ശുദ്ധിയും ഉണ്ടായാൽ, ഒരാൾക്ക് ഒന്നുമില്ല, വലിയ ശുദ്ധിയുണ്ട്, എന്നാൽ കഫാ മതിയാവും മുസ്ലിൽ ജനാബത്തി, ജനാബത്ത് കുളി, അനിൽ വുദൂഇ, വുദൂഇനെ തൊട്ട് ജനാബത്ത് കുളിച്ചു, എന്നാ ഒന്നും കിട്ടി. ഒതു വേറെ എടുക്കണം നിർബന്ധമല്ല, നല്ലതാണ്, സുന്നത്താണ്. ഒതെടുക്കൽ നിർബന്ധമല്ല. വലിയ ശുദ്ധിയുടെ കുളി വിളിച്ചാൽ ഒതു കിട്ടും. പക്ഷെ വലിയ ശുദ്ധിയുടെ നെയ്യത്ത് വെച്ചതിന് ശേഷം ഒതു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. മൂത്രയ്ക്ക് അല്ലെങ്കിൽ തൊട് ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒതു മുറിയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വലിയ ശുദ്ധിയുടെ നെയ്യത്ത് വെച്ച് കുടിച്ചാൽ അവൻക്ക് ഒതു കൂടെ കിട്ടി. വേറെ ഒതു എടുത്തിട്ടില്ലെങ്കിലും എന്താക്കാവുന്നുണ്ട്. ലാക്കിന്നൽ അഫ്ളല, എങ്കിലും ഏറ്റവും ശ്രേഷ്ഠത അൽ ജംഉ ബൈനഹുമാ, കുളിയോ അതോ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യൽ തന്നെയാണ് നല്ലത്. രണ്ടും ചെയ്യാം. ഇനി മറ്റൊരു മസ്അല, വലവിജ്തമ അലൈഹി, അവന്റെ മേലിൽ ഒരുമിച്ച് കൂടിയാല് അസ്ബാബു വുദൂഇൻ, വുദൂഇന്റെ പല കാരണങ്ങൾ, വുദൂ ചെയ്യാനുള്ള പല കാരണങ്ങൾ ഒരുമിച്ച് വന്നു. ഫനവ, അപ്പോൾ അവൻ കരുതി, അഹദഹ, ആ കാരണങ്ങളിൽ ഒരു കാരണത്തെ, എന്നാൽ ഇർതഫ ജമീഉൽ അസ്ബാബി, എല്ലാ കാരണങ്ങളും ഉയർന്നുപോയി. എല്ലാ കാരണങ്ങളും കരുതിയതുപോലെ തന്നെയാണ്. ഇനി മറ്റൊരു മസാല, പല വിജിത്തമ, ഒരാൾ ഒരുമിച്ച് വന്നാല് അസ്ബാബ് ഗുസ്ലി അലൈഹി, അവന്റെ മേൽ ഒരുമിച്ച് വന്ന് അസ്ബാബ് ഗുസ്ലി വാജിബിൻ, വാജിബായ കുളിയുടെ പല കാരണങ്ങൾ, വാജിബായ കുളി, നിർബന്ധമായ കുളിക്കുള്ള പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഫനവ അഹദുഹുമ, ഒരു കാരണം മാത്രം കരുതിയാല് ഇർതഫഅത് ജമീഉൽ അസ്ബാബി, മുഴുവൻ കാരണവും ഉയർന്നു പോകും. ഹൈലുണ്ട് ഒരു സ്ത്രീക്ക്, മറ്റു പല കാരണമുണ്ട്, ജനാബത്തുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു കാരണത്തിന് കരുതിക്കൊണ്ടാണ്ട് കുളിച്ചാൽ എല്ലാ കുളിയും കഴിച്ചിലായി, എല്ലാ കാരണത്തിന്റെ കുളിയും അടവിടി. ഇതുപോലെ ഒരാൾക്ക് വുദൂഇന്റെ പല കാരണങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. തൊട്ട ഒന്നുണ്ട്, വിയസ്ഥാനം തൊട്ട, പിന്നെ വല്ല വസ്തു പുറപ്പെട്ട ഒന്നുണ്ട്. അതുപോലെ മറ്റു പല കാരണങ്ങളാലുള്ള വുദൂഇന്റെ പല കാരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരറിഞ്ഞ് അതിന്റെ വുദൂആണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാല് എല്ലാ കാരണവും വീടിപ്പോകും. ഇനി മറ്റൊരു മസാല, വമൻ, വല്ലവനും ബിഹി, അവൻക്കുണ്ട് ഖുബുസുൻ, നജസുണ്ട്, വഹദസുൻ, അശുദ്ധിയുണ്ട്. ഒരാളുടെ ശരീരത്തിൽ കൈമല് നജസുണ്ട്. ഒതുക്കുമ്പോ ആ നജസ്സോട് കഴുകിയാണ് പോക്കി, രണ്ടും കൂടിയാണ്ട് ഒറ്റ ഒതുവാണ്ട് എടുത്ത്, അപ്പൊ ആ നജസ്സോട് പോയി. ഒരാൾ അവനുണ്ട് കുബുത്തുൻ, നജസുണ്ട്, വഹാദസുൻ, അശുദ്ധി ഉണ്ടെങ്കിൽ കഫാലവും, അവൻക്ക് മതിയാകും, മുസ്ലിം വാഹിദിൻ, ഒരു കുളി. വമൻ, വല്ലവനും ബിഹി, അവൻക്കുണ്ട് കുബുത്തുൻ, നജസുണ്ട്, വഹാദസുൻ, അശുദ്ധിയുണ്ട്. കഫാലഹുമ, അത് രണ്ടിനും കൂടി മതിയാകും, അസ്ലു വാഹിദിൻ, ഒരു കുളി. ഒരു കഴുകൽ മതി, കുളിയല്ല, ഒരു കഴുകൽ. കുളിയാണെങ്കിലും നജസ് കൊണ്ട് കുളിക്കുവാണ്, ഇപ്പൊ കുളിയുടെ നെയ്യത്തെച്ച് കാണുകൊണ്ട് കൈകേറ്റ നജസ്സാണ് നീങ്ങിപ്പോയി. അല്ലാതെ നജസ് ആദ്യം വേറെ നീക്കുക, കുളി വേറെ, അങ്ങനെ വേണമെന്നില്ല. പൊതുവാണെങ്കിൽ കഫ നമുക്ക് മതി, ഗുസ്ലു ഒറ്റ കഴുകൽ. ഇൻസാല നജസ്, നജസ് നീങ്ങിയാലേ, ശരിക്ക് വാസം ഇതൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ കൈകല്ല്. കാനൽ മാ വാരിദൻ, വെള്ളം ചെന്ന് വീഴുകയും ചെയ്തതാണെങ്കിൽ, വെള്ളത്തിലേക്ക് അങ്ങോട്ട് കൈയിട്ടതല്ല, കുറഞ്ഞ വെള്ളമാകുമ്പോൾ പാടില്ലല്ല.
കുറഞ്ഞ വെള്ളമാകുമ്പോഴാണ്. വക്കാനൽ മാവ് വാരിദൻ, വെള്ളം ഇങ്ങോട്ട് വന്നതാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിക്കുക. അവലമെത്തകയർ, വെള്ളം പകർച്ചൊന്നും വന്നിട്ടില്ല. നജസ് ചേർന്നിട്ട് വെള്ളത്തിന് പകർച്ചൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ വദോഹിന്റെ കഴുകൽ അല്ലെങ്കിൽ കുളിയുടെ കഴുകുമ്പോൾ നജസിലേക്ക് വെള്ളം ചേരുമ്പോൾ വെള്ളാകെ കലങ്ങിക്കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പാ പറ്റൂല. കാരണം ആ നജസ് ശരീരത്തിലുള്ള അവയവത്തിന്റെ മേലുള്ള പകർച്ച പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ എപ്പോഴത് പറ്റുള്ളൂ? വെള്ളം ചെന്ന് വീഴണം. വലമെത്തകയ്യർ, വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോ വെള്ളം പകർച്ചില്ലാതിരിക്കണം. വലമെതിത് വസിനു, വെള്ളത്തിന്റെ തൂക്കം വർദ്ധിക്കാനും പാടില്ല. ഈ നിബന്ധനകളൊക്കെ പാലിച്ചാല് ആ രണ്ടിനും കൂടി ഒറ്റ കഴുകൽ മതി. ലാക്കിൻ എങ്കിൽ ആ സുന്നത്താകുന്നത് തഹാറത്തുൽ ഖുബ്സി, നജസിനെ ആദ്യം വൃത്തിയാക്കുക. അവലൻ ആദ്യം തഹാറത്തുൽ അതിഥ്യ, ശുദ്ധിയുടെ ശുദ്ധീകരണം ചെയ്യുക. താനിയ രണ്ടാമത് ഇനി വലവിൽ തസലലി ജനാബത്തിന് ഒരാൾ കുളിച്ചാല് ജനാബത്തുണ്ട്. ജുമുഅത്തിൻ, ജുമുഅ പോലാത്തതിന്റെയും കുളി, രണ്ടിന്റെയും കൂടി കുളി. നിയ്യത്തിമ, രണ്ടിനെയാണ് നിയ്യത്ത് ചെയ്ത് കണ്ട് ഹസല, രണ്ടും ലഭിക്കും. ലാക്കിൻ എങ്കിലും അൽ ഖുസ്ലു, കുളിക്കലാണ്. ജനാബത്ത് പോലെ ജനാബത്തിന് ആദ്യം കുളിക്കുക. സമ്മലൽ ജുമുഅത്തി സാനിയൻ, പിന്നെ ജുമുഅന്റെ കുളി വേറെയും നിയ്യത്ത് ചെയ്ത് കുളിക്കുക. അതാണ് നല്ലത്. വലവേത് തസലാലാണ് കുളിച്ചാല് നിയ്യത്ത് അഹദീമ, ജുമുഅയുടെ കുളി അല്ലെങ്കിൽ ജനാബത്ത്, രണ്ടാൽ ഒരു നിയ്യത്ത് കൊണ്ട് കുളിച്ച് ഹസലൽ മൻവിയ്യു ഫഖത്ത്, കരുതിയത് ലഭിക്കും. ജനാബത്തുകാരൻ ജുമുഅന്റെ കുളി നെയ്യത്ത് വെച്ചിട്ടുള്ളൂ, ജനാബത്തിന് നെയ്യത്ത് വെച്ചിട്ടില്ല. എന്നാലാ ജുമുഅയുടെ കുളിയാണ് കിട്ടും. ഏതാണ് കരുതിയത് അത് കിട്ടും. വലവിജിത്തമാൽ ഈദു വൽ ജുമുഅത്തു, പെരുന്നാളും ജുമുഅയും ഒരുമിച്ച് വന്നാൽ വൽ കുസൂഫ്, ഗ്രഹണവും. പഖ്തസലവൻ കുളിച്ചുലി വാഹിദി മിൻഹാവയിൽ നിന്നുള്ള ഏതോ ഒന്നിന്റെ നിയ്യത്ത് വെച്ച് കുളിച്ചാൽ ഹസലൽ ജമീഉ, എല്ലാ കുളിയും കിട്ടി. അവിടെ ഒന്നിന്റെ നിയ്യത്ത് മതി. വല്ല അഫ്ളൽ ഇഫ്റാദു കുല്ലിൻ ബിവസ്ൽ, ഏറ്റവും അഫ്ളലാകുന്നത് ശ്രേഷ്ഠത ഇഫ്റാദു കുല്ലിൻ, എല്ലാത്തിനെയും തനിപ്പിക്കലാണ് ബിവസ്ലിൻ, കുളി കൊണ്ട്. അപ്പൊ സുന്നത്ത് കുളികൾ കുറെ പല വിധം കുളി ഒരു ദിവസം തന്നെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുളിയുടെ നിയ്യത്ത്, ജുമുഅയുടെ കുളി ഞാൻ കുളിക്കുന്ന നിയ്യത്ത് ചെയ്താല് പെരുന്നാളിന്റെ കിട്ടി, മറ്റേ ഗ്രഹണം ഒന്നുണ്ടെങ്കിൽ അത് രണ്ടും കിട്ടി. സുന്നത്ത് കുളി പലതും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ നിയ്യത്ത് വെച്ചാൽ തന്നെ കിട്ടും. വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിനെയും കൂടി കുളി ഒറ്റ ദിവസം ഒരേ സമയത്ത് കുളിക്കുകയാണെങ്കിൽ രണ്ടിനെയും കൊണ്ട് നെയ്യത്തെക്കണം. അപ്പൊ രണ്ടും കിട്ടും. അല്ലെങ്കിൽ നെയ്യത്ത് എന്താണോ വെച്ചത് അത് കിട്ടും. അതാണ് ഇവിടുത്തെ മസാല.